السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. തെളിവുകളുടെ കുറവായിരുന്നില്ല മക്ക മുശ്രിക്കുകളുടെ പ്രശ്നം, മറിച്ച് മനസ്സിൻ്റെ അഹങ്കാരവും ധിക്കാരവുമായിരുന്നു. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നപ്പോഴും അവരുടെ ഈ സ്വഭാവങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവരുടെ അഹങ്കാരത്തിൻ്റെയും നിന്ദ്യമായ ധിക്കാരത്തിൻ്റെയും ഒരു മാതൃക അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അഥവാ ആകാശത്തിൻ്റെ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയും അവരതിലൂടെ കയറിപ്പോവുകയും ചെയ്താൽ പോലും അവർ വിശ്വസിക്കുകയില്ല. ആകാശത്തിനൊരു വാതിൽ അതവർക്കായി തുറന്നു കിട്ടുന്നു. അവരവരുടെ ശരീരത്തോടെ അതിലൂടെ കയറിപ്പോകുന്നു. തുറന്ന വാതിൽ അവർ മുന്നിൽ കാണുന്നുണ്ട്. കയറിപ്പോകുന്ന അവരുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാനലോകത്തെ ദൃശ്യങ്ങളൊക്കെയും അവർ കാണുന്നുമുണ്ട്. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. ഈ വിധത്തിൽ നിഷേധിക്കുകയും കണ്ണടച്ച് ഇരുട്ടാക്കുകയും ചെയ്യുന്ന ഇത്തരക്കാരോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. പറഞ്ഞല്ലോ, ഇവർക്ക് തെളിവുകളല്ല വേണ്ടത്. മലക്കുകൾ ഇറങ്ങാത്തതൊന്നുമല്ല അവർക്ക് തടസ്സം. തങ്ങൾ തന്നെ ആകാശത്തേക്ക് കയറിപ്പോയത് മലക്കുകൾ ഇറങ്ങുന്നതിനേക്കാളും വലിയ തെളിവാണല്ലോ. എന്നിട്ടും എന്താണ് ഉണ്ടായത്? അവർ സത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത വിധം അഹങ്കാരം മൂത്തവരാണ് അവർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.